ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത്തവണ നാം ചർച്ച ചെയ്യുന്നത് കട്ടപ്പനയിലെ മാലിന്യ പ്രശ്നങ്ങളാണ്. ഏറെ നാളുകളായി കട്ടപ്പന നഗരം മാലിന്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. അതിനെ തുടർന്നുള്ള പ്രത്യാഘാതങ്ങൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. വ്യാപാരി സമൂഹം മാത്രമല്ല, സാധാരണക്കാർ തൊട്ട് എല്ലാവരും തന്നെ ഏറെ പ്രതിഷേധത്തിലാണ്. നഗരസഭ കുറെ കൂടി കാര്യക്ഷമമായി കാര്യത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് കട്ടപ്പന മുനിസിപ്പൽ കൗൺസിലർ, ഒപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവുമായ ശ്രീ തങ്കച്ചൻ പുരയിടമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രസിദ്ധ പരിസ്ഥിതി സംഘടനയുടെ ഇല എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സജിദാസ് മോഹനും ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. സർ, കട്ടപ്പന കേന്ദ്രീകരിച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് വളരെ വിവാദപരമായ ചില സംഭവങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് കട്ടപ്പന നഗരസഭയും കൂടി പങ്കാളിയായി ചേർന്ന, ഒരുപക്ഷെ പങ്കാളി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് പല വാർത്തകളും രംഗത്ത് വരുന്നത്. ഈ വാർത്തകളെല്ലാം തന്നെ മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങ് കട്ടപ്പനയിലെ നഗരസഭയുടെ ഒരു കൗൺസിലർ കൂടിയാണ്. ഇപ്പോൾ വരുന്ന വാർത്തകളെല്ലാം ധാരാളമായി വാർത്തകൾ വരികയാണ് പൊതുവെ. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്, ഒപ്പം തന്നെ മറ്റു മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ ഉൾപ്പെടെയുണ്ട്. എന്താണ് കട്ടപ്പനയിൽ സംഭവിക്കുന്നത്? കട്ടപ്പന മുനിസിപ്പാലിറ്റി ആയിട്ട് 2015 മുനിസിപ്പാലിറ്റി ആകുന്നത്. ഇതിപ്പം ഏതാണ്ട് 9 വർഷത്തോളം ആവുന്നു കട്ടപ്പന മുനിസിപ്പാലിറ്റി ആയിട്ട്. എന്നാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ച് ആൾക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാലിന്യ പ്രശ്നമാണ്. നമുക്കറിയാം, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ടൗൺ ക്ലീൻ ചെയ്യുന്ന കുറേ തൊഴിലാളികളുണ്ട്. അവർ ടൗൺ കേന്ദ്രീകരിച്ചുള്ള മാലിന്യം നീക്കം മാത്രമേ നടത്തുന്നു. എന്നാൽ കട്ടപ്പനയുടെ പരിസരത്ത് നമുക്കെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, 10 സെൻറ്റും 15 സെൻറ്റും അങ്ങനെ സെൻറ്റുകളായി സ്ഥലം വാങ്ങി വെറുതെ ഇട്ടിരിക്കുന്ന ആൾക്കാരുടെ ബസ്സുകളോടെ കിടപ്പുണ്ട്. എന്നാൽ ഈ ബാക്കി വരുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഇങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിലും കട്ടപ്പനയുടെ ചെറിയ തോടുകളും ആറുകളും ഒക്കെ ഉണ്ട്. അവിടെയാണ് ഇത് മുഴുവൻ കൊണ്ട് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കട്ടപ്പന ഒരു കല്യാണ പ്രോഗ്രാം കഴിഞ്ഞു. കേറ്ററിങ്ങിൻ്റെ ബാക്കി വന്ന സാധനം മുഴുവനും കട്ടപ്പന ആറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുകയുണ്ടായി. എന്നാലിത് കട്ടപ്പന ആറ്, അതിൽ നിന്ന് കട്ടപ്പന പ്രദേശത്തുള്ള ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ആറാണ്. ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഉദ്യോഗസ്ഥന്മാർ, ഹെൽത്ത് വിഭാഗത്തിൻ്റെ ആൾക്കാർ ഒരു പരിധി വരെ പറഞ്ഞാൽ ഒരു പരിധി വരെയും അവരുടെ എല്ലാ ശ്രമങ്ങളും ഇതിലുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, കാരണം ജോലിക്കാരുടെ അപര്യാപ്തത, ഉള്ള ആൾക്കാർക്ക് ഇതെല്ലാം കൂടെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ കൂടുതൽ ആൾക്കാരെ നിയമിക്കാൻ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് അവർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതി ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ കട്ടപ്പന മുനിസിപ്പാലിറ്റി എടുക്കുന്നില്ല. നിലവിൽ കട്ടപ്പന ഭരണസമിതിയുടെ ഇപ്പം ഞാൻ വന്നതിന് ശേഷം കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ UDF ഭരിക്കുന്നു. കഴിഞ്ഞ ടൈമും UDF ആണ് ഭരിക്കുന്നത്. UDFിൻ്റെ ഭരണത്തിൽ തന്നെ കോൺഗ്രസിലെ തന്നെ 1.5 വർഷം വെച്ച് 2 ടൈം കഴിഞ്ഞു. 3ാമത്തെ ടൈമിലേക്ക് ആൾ വന്നിരിക്കുകയാണ്. ഈ 1.5 വർഷം വരുന്ന ആൾ ആദ്യമായി മത്സരിച്ചൊക്കെ വരുന്ന ആളായിരിക്കും. ഒരു ചെയർപേഴ്സൺ സ്ഥാനത്തോട്ട് വന്നു കഴിഞ്ഞാൽ 1.5 വർഷം കൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോഴത്തേനും അവരുടെ ടൈം അവസാനിക്കുന്നു, അടുത്ത ആൾ വരുന്നു. അങ്ങനെ ഈ 3 ടൈമും കോൺഗ്രസിന്റെ ആൾ തന്നെയാണ് ചെയർപേഴ്സൺമാരായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കട്ടപ്പനയുടെ പരിസരങ്ങളിലൂടെ സഞ്ചരിക്കും, പ്രത്യേകിച്ച് നഗരപ്രാന്തങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെ നമുക്ക് ബോർഡ് കാണാമല്ലോ, മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് തുടങ്ങിയ ബോർഡുകൾ കാണുന്നുണ്ടല്ലോ സാർ. ഈ അവിടെ ഇവിടെയൊക്കെ 1-2 ബോർഡ് വെച്ചതുകൊണ്ടൊന്നും ഈ മാലിന്യ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ പറ്റിയല്ല. കാരണം ഞങ്ങൾ നിരന്തരമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം, നമ്മൾ അടിയന്തര ഇങ്ങനെ മാലിന്യം കൊണ്ട് അമിതമായിട്ട് തള്ളിയിട്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ക്യാമറ വെക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം ഈ കൗൺസിൽ ഈ തീരുമാനങ്ങൾ പറയുന്നതല്ലാതെ ഇതൊന്നും നടപ്പാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ
പിന്നെ നിലവിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭരണ സമ്പ്രദായം തന്നെ ശരിയായ ദിശയിലല്ല പോകുന്നത്. ഞാൻ സാറിലേക്ക് തിരിച്ചു വരാം, തീർച്ചയായിട്ടും തിരിച്ചു വരാം. പ്രശസ്ത വിഖ്യാതമായ ഒരു സംഘടനയുടെ പരിസ്ഥിതി സംഘടനയുടെ പ്രസിഡന്റാണല്ലോ ശ്രീ സജീവ് മോഹൻ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഈ മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ജോയിയുടെ മാരണം. അത് ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട് അവിടെ മാലിന്യ നിക്ഷേപം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നാണ് ആ ബോഡി കണ്ടെടുക്കുന്നത്. തന്നെയല്ല, അതിനൊരു സംഘം തന്നെ എത്രയോ പേരാണ് മെനക്കെട്ടത്. കട്ടപ്പന പുഴയിലും ഇതുപോലെ വലിയ മാലിന്യ നിക്ഷേപങ്ങൾ തള്ളുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അത് ഈ പുഴയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡുണ്ടല്ലോ, നമ്മൾ ഈ ആനവിലാസം റോഡിന് പോകുമ്പോൾ ബൈപ്പാസാണ്, അവിടെയാണ് കൂടുതൽ ഈ നഗര മാലിന്യം തന്നെയാണോ ഇത് സാധ്യത? അത് വേറെ എവിടെയെങ്കിലൊക്കെ വരുന്നുണ്ടോ? ഇത് അപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ കാറ്ററിംഗുകാർ പുറത്ത് വരുന്നുണ്ടോ? ഇതിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് കട്ടപ്പന നഗരം എന്ന് പറയുന്നത് അല്പം നമ്മളുടെ ഈ ഹൈ റേഞ്ചിൽ വലിയ പട്ടണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നഗരത്തിൽ കണ്ടമാനം മാലിന്യം ഉണ്ടാവും. നഗരത്തിൽ മാലിന്യം ഉണ്ടാവരുതെന്ന് പറയാൻ പറ്റില്ല, മാലിന്യം ഉണ്ടാവും. പക്ഷേ ഈ മാലിന്യ സംസ്കരണം, ഇത് കളക്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നഗരസഭ പുലർത്തുന്ന ഒരു വല്ലാത്ത നിസ്സംഗതയാണ് വാസ്തവത്തിൽ ഇതിന് ഏറെ കാലമായിട്ടുള്ളൊരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളൊരു കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് നമ്മൾ നടത്തിയ ഒരു പുഴകളിൽ നമ്മൾ നടത്തിയ ഒരു പഠനം അനുസരിച്ച് നമ്മളുടെ നദികളും പുഴകളും ഒക്കെ വളരെ സമൃദ്ധമാണ്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ കട്ടപ്പന പോലുള്ള ആറുകൾ, കട്ടപ്പന ആറ് ഉൾപ്പെടെയുള്ള ആറുകളിലാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയിൽ, കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഒരു വെള്ളമുള്ളത് കട്ടപ്പനയാറ്റിലാണ്. മലിനജലം അതന്നെ ആളുകൾക്ക് ഉപയോഗിക്കാൻ ഒരിക്കലും കൊള്ളാവുന്ന തരത്തിലുള്ള ഒരു വെള്ളമല്ല. അത് പ്രധാനമായിട്ടുള്ള ഉറവിടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കട്ടപ്പന പട്ടണം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഒഴുകി ഇടുക്കി ഡാമിലേക്കാണ് ഇല്ല. അപ്പം വളരെ ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ പുഴയെ മലിനമാകുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ മാലിന്യം വരുന്നത് കട്ടപ്പനയിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്നുള്ള ആളുകളും ഇപ്പോൾ ഇടാനൊരു സ്ഥലമുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കൊണ്ട് കട്ടപ്പനയിലേക്ക് എത്തിക്കുന്നു, അവിടെ തന്നെ അത് ഡംപ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ പുഴയിലേക്ക് മാലിന്യം എറിയരുതെന്നുള്ള ഒരു സന്ദേശം നൽകാനോ തരത്തിലുള്ള പ്രവർത്തനവും ഈ നഗരസഭയോ അല്ലെങ്കിൽ അതിനുള്ള അധികാരികളോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പുഴ ഒഴുകി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒട്ടേറെ ആളുകൾ ഈ വെള്ളത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. എന്ന് വെച്ചാൽ വെള്ളം എടുക്കുന്നവർ, കുടിക്കുന്നവർ, മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുഴ കണ്ടമാനം മെലിഞ്ഞു. കട്ടപ്പന ആറ് എന്ന് പറയുന്നത് കണ്ടമാനം കയ്യേറ്റം കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഒത്തിരി മെലിഞ്ഞു പോയിട്ടുണ്ട്. കൂടുതൽ മാലിന്യം കൂടെ നിക്ഷേപിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി ഇപ്പോഴെങ്കിലും നമ്മൾ കണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് പോലുള്ള സ്ഥലത്ത് ഈ ജലം അമൂല്യമാണ്, ജലം സംരക്ഷിക്കണം, അത് വരും തലമുറയ്ക്ക് വേണ്ടി അവശേഷിപ്പിക്കണം, മലിനമാകാതെ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ തന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പാരീസിൽ നദിയിൽ നീന്തി കാണിക്കുന്ന ഇല്ലേ, അവിടുത്തെ ജലം മലിനമായിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മേയർ നദിയിൽ നീന്തുകയാണ് ഇല്ലേ. അതുപോലുള്ള അവബോധങ്ങൾ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില് ഈ സത്യത്തിൽ നഗരസഭ തന്നെ അതിന് മുൻകൈ എടുക്കേണ്ടതല്ലേ? 100% നഗരസഭ അല്ലാതെ ഒരു സിസ്റ്റത്തിന് അതിൻ്റെ അകത്തൊരു തീരുമാനം എടുക്കുക. എനിക്ക് ഇടയ്ക്കൊന്ന് കഴിഞ്ഞ 1-2 വർഷം മുമ്പ് ഏതോ രാഷ്ട്രീയ പാർട്ടികൾ ഈ പുഴ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു. അവരൊരു ചെറിയ ക്യാമ്പയിനായിട്ട് എടുത്തു. അപ്പോഴെനിക്ക് സംശയം ഉണ്ടായിരുന്നു എത്രമാത്രം പ്രാവർത്തികമാകുന്നു. പക്ഷെ അവർ 1-2 ദിവസം കൊണ്ട് നിർത്തി. അതിന് പ്രധാന കാരണം ഈ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ ആളുകൾക്കുണ്ടായിരിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇവരുദ്ദേശിച്ചതിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ ക്യാമറ എല്ലാം റെഡിയായിരുന്നു. പക്ഷെ എത്രയോ ഇരട്ടിയാണ് ഇവിടുത്തെ ഈ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന മാലിന്യങ്ങൾ. അല്ല, നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തെറ്റും പ്രശ്നങ്ങളും ഒക്കെ ആണെന്നാണ് ആളുകളുടെ വെയ്പ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അത്തരം രീതിയിലേക്ക് എത്തി, നമ്മൾ ആ രീതിയിലേക്ക് എത്തി. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നഗരസഭയുടെ കൂടി നമ്മളെല്ലാവരും കൂടി ഇതൊരു കോമൺ ഒരു ഗ്രൂപ്പായിട്ട് നടക്കുള്ളൂ. നഗരസഭയെ കൊണ്ട് തന്നെ നടക്കണമെന്നില്ല. എല്ലാ ആളുകളെയും കൂടെ കൂട്ടി, പരിസ്ഥിതി സംഘടനകളെ ആയിക്കോട്ടെ, മറ്റു സംഘടനകളെ ആയിക്കോട്ടെ, എല്ലാവരെയും കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഒരു സമവായത്തിലൂടെ ജനങ്ങളെ കൂടെ കൂട്ടി, പ്രത്യേകിച്ച് ജനങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല, അവരെ കൂട്ടി എല്ലാവർക്കും ഒരു ബോധവൽക്കരണം നൽകിക്കൊണ്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ ഈ മാലിന്യങ്ങൾ മുഴുവൻ നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ഡംപിംഗ് യാർഡ് പുളിയമലയിലുണ്ടല്ലോ, അവിടെ എന്ത് സംസ്കരിക്കുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, 2015 ആരംഭിച്ചതാണ്. അവിടെ
2015 അവിടെ ആരംഭിച്ചു. നഗരസഭ വന്നിട്ടുണ്ടെന്ന് തന്നെ. അതെ, ആരംഭിച്ചു. ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ പോലും ഈ കട്ടപ്പനയിൽ നിന്ന് എടുക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ അവിടെ കൊണ്ട് നിക്ഷേപിക്കുക. അപ്പം അത് അവിടുന്ന് വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ അത് സംസ്കരണ യൂണിറ്റ് ഉണ്ട്, അതെല്ലാം കംപ്ലൈന്റ് ആയിട്ട് കിടക്കുക. അതൊന്നും നടക്കുന്നില്ല. അത് ഞാൻ മുമ്പേ വന്ന് പറഞ്ഞതും അത് തന്നെയാണ്. കാരണം നഗരസഭയെ സംബന്ധിച്ച് അധികാരത്തിൽ വരുന്നവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടവർ കൃത്യമായിട്ട് അത് ചെയ്യാൻ അതിനുള്ള സാഹചര്യങ്ങൾ കട്ടപ്പനയ്ക്ക് ഈ 2 ടൈമിലും, കഴിഞ്ഞ ടൈമും ഈ ടൈമും സാധിക്കാതെ പോകുന്നതിൻ്റെ പക്ഷത്താണ് ഇന്ന് കട്ടപ്പന അനുഭവിക്കുന്നത്. അത് നാളുകളിൽ ഇപ്പം ഇവിടെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ പരിസ്ഥിതി ദിനം അന്ന് എല്ലാവരെയും വിളിച്ച് ഒരു വീഡിയോ ചാനലുകാരെ വിളിച്ച് ആ ഒരു 5 മിനിറ്റ് കൊണ്ട് ആ പരിപാടി അവസാനിപ്പിക്കുക. പിന്നെ ഇത് മുന്നോട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും വേണ്ടത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുന്ന രീതിയിൽ നല്ലൊരു ബോധവൽക്കരണം, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു ബോധ്യം എല്ലാ മനുഷ്യനും ഉണ്ടായാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇത് നമ്മൾ ഈ മാലിന്യം കൊണ്ട് വഴിയോരങ്ങളിൽ തള്ളുന്നത് വെറും സാധാരണക്കാരല്ല. 40 ലക്ഷം 50 ലക്ഷം രൂപയുടെ കാറേ വരുന്നവരാ ഇത് തള്ളുന്നത് പല സ്ഥലങ്ങളിൽ. അനീതിക്കും തെറ്റിനും ഒക്കെ കൂട്ടു നിൽക്കുന്നവർ സത്യത്തിൽ സാധാരണക്കാരല്ലല്ലോ, നിരക്ഷരർ പോലും അല്ല. നേരെ മറിച്ച് ഇതൊക്കെ ചെയ്യുന്നവർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്, സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരൊക്കെയാണ്. കാറിന് കൊണ്ടുവന്ന മാലിന്യം തള്ളുന്നവർ ഇല്ലേ, അവരൊക്കെ നമ്മൾ ഇതിൽ കാണാം ധാരാളമായിട്ട്. ഇപ്പോ അങ്ങ് സൂചിപ്പിച്ചത് അപ്പൊ ഈ പള്ളിക്കവല ലിക്കിക്കവല ഇല്ലേ, ഈ ഹൗസിംഗ് ബോർഡിന്റെ അങ്കണത്തില് മുറ്റത്ത് ഈ അങ്കമാലിയുള്ള ഏതൊരു കേറ്ററിംഗ് യൂണിറ്റ് കൊണ്ടുവന്ന് കുറെ സാധനങ്ങൾ, ഫുഡ് അവശിഷ്ടം, ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയെന്ന് കേൾക്കണമല്ലോ, ശരിയാണ്? അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കട്ടപ്പനയിൽ നിന്ന് കേറ്ററിംഗുകാരോട് കൊട്ടേഷൻ എടുത്തു 7000 രൂപയ്ക്ക് ഈ സാധനം മാലിന്യം കൊണ്ട് തള്ളാൻ വേണ്ടിയിട്ട് 7000 രൂപയ്ക്ക് എടുത്താണ് കട്ടപ്പനയാറ്റി കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അത് പിടിച്ചു. പക്ഷെ ഇത് പിടിക്കുമ്പോഴും ഇതിന്റെ പുറകിൽ മുനിസിപ്പാലിറ്റി പിടിച്ചാലും ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒന്നും അല്ല കുറച്ചുകൂടെ ഇതിനെ ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ പിഴ ഈടാക്കുമ്പോഴും പിഴ ഈടാക്കാൻ കഴിഞ്ഞു, അത് കേസാവും, പിഴ ഈടാക്കും. പക്ഷേ അതിന്റെ പുറകിലും അതിന് പിഴ കുറച്ചു കൊടുക്കാനും പിന്നെ പറ്റുമെങ്കിൽ പിഴ ഈടാക്കാതെ അദ്ദേഹത്തെ വിട്ടയക്കാനും സമ്മർദ്ദം ചെലുത്താൻ വരെ നമ്മുടെ നാട്ടിൽ ആളുള്ളപ്പം പിന്നെ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും? ഞാനിപ്പം ഇത് ചോദിച്ചുകൊണ്ട് പറയുന്നത്, കട്ടപ്പനയിലെ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുടെ ഭാര്യ കാറെ കൊണ്ട് മാലിന്യം കരിമ്പാനിപ്പടിയിലിട്ടു. അപ്പോൾ ഒരു വീടിന്റെ ക്യാമറ ഉണ്ടായിരുന്നുകൊണ്ട് ആളെയും വണ്ടി പിടിച്ചു. അവസാനം അവരെ ഒന്ന് മാപ്പ് പറഞ്ഞ് ഈ സാധനം എടുത്തുകൊണ്ട് പോയി. പിന്നെ ഒരു ഡോക്ടറുടെ ഭാര്യ ആയതുകൊണ്ട് അത് പിന്നെ വേറെ കേസാവുമോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊന്നും വരുവോ ചെയ്തില്ല. അവര് ഡോക്ടറല്ല. അല്ല, ഇനിയിപ്പോ ആരായാലും ഡോക്ടറുടെ ഭാര്യയല്ലേ, അങ്ങനെ മാലിന്യം പരസ്യമായി കൊണ്ടുവന്ന് ഒരു പുഴയിലേക്കൊക്കെ തള്ളുക എന്ന് പറയുന്നത് വലിയ വലിയ സംഭവം തന്നെ. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. മാലിന്യം സംസ്കരിക്കാൻ വേറെ ഒട്ടേറെ മാർഗങ്ങളുള്ളപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പരിസ്ഥിതി സംഘടനകൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒരു നഗര കേന്ദ്രീകൃതമായി ഇങ്ങനെ മാലിന്യ നിക്ഷേപങ്ങൾ വരുമ്പോൾ ഇല പോലുള്ള, നിങ്ങൾ ഇലയുടെ യഥാർത്ഥ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് കട്ടപ്പന ഇടുക്കിയാണ് ബേസ് ആയിട്ട് എല്ലാ ജില്ലയിലും ഉണ്ട്. നമ്മൾ ഞാൻ ചോദിക്കാൻ വന്നതാണ്, അപ്പൊ ഈ പരിസ്ഥിതി സംഘടന എന്ന നിലയിൽ നിങ്ങൾ കാര്യമായി ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനാവില്ലേ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ്, നമ്മൾ എല്ലാവരും കൂടിയുള്ള ഒരു ഐഡിയയിലൂടെ ഇത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നഗരസഭ തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ലിമിറ്റുണ്ട്, മറ്റുള്ള സംവിധാനത്തിനൊക്കെ ലിമിറ്റുണ്ട്. ഇതൊരു വേദി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി, തുറന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി. ഇപ്പം ഇതിനകത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ആശയങ്ങൾ ഏതെങ്കിലും മുനിസിപ്പൽ കൗൺസിലിൽ ഉണ്ടാകുന്ന ചില ആശയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ സംഗതികളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതിന് പകരം ഇത്തരത്തിലുള്ള സംഘടനകളെയും മർച്ചൻ്റ് അസോസിയേഷനെയും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ടൊരു ചർച്ചയിലൂടെ ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും, അല്ല ഇതിനെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള നല്ല ഒരു ആശയവിനിമയവും ഒരു ആശയ രൂപീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള പരിസ്ഥിതി സംഘടനകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ വ്യാപാരി വ്യവസായികളും ഈ ഭരണാധികാരി, പ്രത്യേകിച്ച് നഗരസഭാ ഭരണാധികാരികളും തമ്മിൽ ഈ ഒരു കാര്യത്തിൽ വലിയ ക്ലാഷ് സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു വിഷയമാണ്. കാരണം വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശത്ത് ഇത് ഡംപ് ചെയ്യുന്ന ഒരു സ്വഭാവം വരുന്നുണ്ട്. ഇപ്പൊ അടുത്തിടയിൽ നമുക്കറിയാലോ, ഈ കളക്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ വരുന്നു, അവർക്ക് യൂസർ ഫീ കൊടുക്കുന്നു. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വ്യാപാരികൾക്കിടയിൽ തന്നെ പല തരത്തിലുള്ള തട്ടിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട്.
അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഒന്നോ രണ്ടോ പേരോട് മാത്രം സംസാരിക്കേണ്ട വിഷയമല്ല. ഇത് അവിടെയുള്ള മുഴുവൻ വ്യാപാരികളെ കൂട്ടി അവരെ എല്ലാം കൂട്ടി, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ ബിൽഡിങ്ങിന് പെർമിറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുമ്പോൾ അവർക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടോ എന്നതിനെ പറ്റി വ്യക്തമായിട്ടൊരു പഠനം നടത്തണം തീർച്ചയായിട്ടും നഗരസഭ. അല്ലാതെ നമുക്ക് അവർക്ക് ഇത് കൊടുത്ത് അവർക്കുണ്ടാകുന്ന വേസ്റ്റ് അവരെ സംബന്ധിച്ച് അവർക്ക് വേസ്റ്റ് ഉണ്ടാവും. ഈ വേസ്റ്റ് അവരെന്ത് ചെയ്യും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് ഒന്നെങ്കിൽ കട്ടപ്പനയാട്ടിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുന്തളംപാറയ്ക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വഴിയിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഇയാൾ ഈ സാധനം കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകണം. അപ്പം അങ്ങനെ ഒരു അപകടം ഉണ്ട് അവിടെ. അപ്പം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു കാര്യമല്ലാതെ ഹരിതസേനയുടെ പ്രവർത്തനം മാത്രമാണ് കാര്യക്ഷമമല്ലേ? ഹരിതസേനയുടെ പ്രവർത്തനങ്ങൾ തീരെ മോശമെന്ന് പറയാൻ പറ്റില്ല. പല പഞ്ചായത്തുകളെയും ഇപ്പം ഉദാഹരണം ഇരട്ടയാർ പഞ്ചായത്ത് വളരെ മാതൃകാപരമായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച പിന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ഇരട്ടയാർ പഞ്ചായത്ത്. അതെ അതെ, അവിടെ അതിനകത്ത് ഈ സംഭരണം, അത് തരംതിരിക്കല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു ഏകോപനം അവിടെ ഉണ്ട്. അതാണ് ഇത് തന്നെയാണ് വിഷയം. ഇതിവിടെ എല്ലായിടത്തും പ്രശ്നം വെച്ചാൽ പഞ്ചായത്തിനേക്കാളും മുകളിലാണല്ലോ നഗരസഭ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ മാതൃകയാക്കണ്ട എന്നുള്ള ചില നിലപാടുകളും ഒക്കെ ഉണ്ടാവാം. ആവാൻ ശ്രമിക്കണം. പക്ഷെ അങ്ങനെ ഉണ്ടാകും. ഞാൻ അന്ന് ആദ്യം സൂചിപ്പിച്ചല്ലോ, കുറെ 10-15-20 സെന്റുകളൊക്കെ നഗരത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ അനാഥമായി കിടക്കുന്നുണ്ട്, ഒന്നും ചെയ്യാതെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഭിത്തി കെട്ടി കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടൊന്നുമില്ലേ? ഇല്ല, വെറുതെ കിടക്കുന്നത്. നഗരസഭയുടെ അല്ല, ചില വ്യക്തികളുടെയാണ്. ഇപ്പം സാറ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലം അവിടെ നമ്മുടെ ബൈപ്പാസ്, കട്ടപ്പന ബൈപ്പാസ് റോഡിൽ കുറച്ചേറെ സ്ഥലം കിടപ്പുണ്ട്. ഈ ഒരുവിധ വരുന്ന വേസ്റ്റുകൾ മുഴുവൻ കൊണ്ടിടാൻ ഏറ്റവും സൗകര്യപ്രദം, ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കിടക്കുകയും ഇതിനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ടും കൊണ്ട് ഇങ്ങനെയുള്ളത് ഇടുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നഗരസഭയുടെ ഞാൻ 100% പറഞ്ഞാൽ നഗരസഭയെ കുറ്റപ്പെടുത്തി പറയുള്ളൂ. കാരണം നഗരസഭയുടെ ഈ ഒരു വർഷം തന്നെ, അല്ല 5 വർഷം കൊണ്ട് 2, 3, 4 ചെയർപേഴ്സന്മാരും ചെയർമാൻമാരും ഉണ്ടാകുമ്പോൾ ഒരിക്കലും കാര്യക്ഷമമായ ഒരു ഭരണം കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് കാഴ്ചവെക്കാൻ സാധിക്കില്ല. മുമ്പേ പറഞ്ഞ പോലെ തന്നെ പിന്നെ വ്യാപാരികളുടെ സഹകരണം ചോദിച്ചല്ലോ. ഈ പിന്നെ പുളിയമലയിലെ ഈ അമ്പങ്ങാടിൻ്റെ അവിടെ സംസ്കരണ യൂണിറ്റാണ് 10 ലക്ഷം രൂപ കട്ടപ്പന വ്യാപാരി വ്യവസായികൾ പിരിച്ചു കൊടുത്തെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കാനോ അത് നിലനിർത്തി കൊണ്ടുപോകാനോ അതിന്റെ കേടുപാടുകൾ നീക്കാനോ പറ്റാതെ ഇന്ന് അതെല്ലാം കേടായി കിടക്കുക. പ്രതിപക്ഷത്തായതുകൊണ്ട് വളരെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മാത്രം നമ്മളെ താറടിക്കാനാണ് എന്ന് ഭരണപക്ഷി ആക്ഷേപിച്ചാൽ, അങ്ങനെ ഞാനും ഈ 34 അംഗങ്ങളുള്ളതിൽ 34 വാർഡിൽ ഒരു അംഗമായതുകൊണ്ട് ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെന്നും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി ഏതെല്ലാം കാര്യത്തിൽ സഹകരിക്കാം ആ കാര്യത്തിലെല്ലാം ഭരണപക്ഷം പ്രതിപക്ഷ ഭേദമന്യേ സഹകരിക്കാമെന്ന് പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. കട്ടപ്പന മുനിസിപ്പാലിറ്റി നന്നായി പോകാൻ, കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കാൻ മാത്രമേ നമ്മൾ പ്രയത്നിക്കുന്നുള്ളൂ. ഭരണപക്ഷത്തെ താറടിച്ച് കാണിക്കാനോ ഒന്നും ഒരിക്കലും ശ്രമിക്കുകയില്ല. അതുപോലെ തന്നെ സാർ എന്തെങ്കിലും കട്ടപ്പന വരികയാണെങ്കിൽ കട്ടപ്പന ഈ റോഡ് പിന്നെ ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒഴിച്ച് ഞാൻ ഈ പറഞ്ഞ പോലുള്ള സ്ഥലങ്ങൾ, ഈ ചില ഇടവഴികൾ എല്ലാം വളരെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. ഈ കട്ടപ്പന പിന്നെ നമ്മുടെ വെളുപ്പിനെ 3 മണിക്ക് ഈ ക്ലീനിങ് തൊഴിലാളികൾ ഇറങ്ങുന്നുണ്ട്. കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ ആ സമയത്ത് ആരും ഇറങ്ങുന്നില്ല. 6 മണിയാകുമ്പോഴത്തേനും കട്ടപ്പന അവർ ക്ലീൻ ആക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അവരുടെ പരിമിതി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കിടക്കുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ തോടുകൾ, കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒഴുകുന്ന തോട് എത്രയോ വലിയ തോടായിരുന്നു. അതിന്ന് ചെറിയൊരു നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ ചെറിയ കൈത്തോടായി മാറി. ഇന്നും അതിന് മുകളിലൊക്കെ കെട്ടിരിക്കുക. ഇത് നഗരങ്ങളും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. നഗരപ്രാന്തരത്തിലൂടെ ഒഴുകുന്ന തോടുകളെല്ലാം കയ്യേറി അതിനൊഴുകാൻ സ്ഥലമില്ലാതെ വരികയാണ്. അതുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കങ്ങളൊക്കെ പലപ്പോഴും. പക്ഷെ കട്ടപ്പനയിൽ വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഉയർന്നും താഴ്ന്നും നിന്നോന്നതമാണല്ലോ അവിടുത്തെ ഈ ടൗണിന്റെ ഒരു ഭൂമിശാസ്ത്രം. അല്ല, ടൗണിൽ ഈ തോട് കെട്ടി ഒതുക്കിയത് കൊണ്ട് വലിയ മഴ വന്ന ബസ് സ്റ്റാൻഡ് മുഴുവൻ വെള്ളത്തില, പുതിയ ബസ് സ്റ്റാൻഡ് വെള്ളത്തില, മുഴുവൻ മലിനജലങ്ങളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അറിയാം, ഈ കട്ടപ്പന നഗരത്തിലെ പല വ്യാപാര സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളുടെയും
ഈ എന്താണ് മലിനജലം ഒഴുക്കി വിടുന്നത് തന്നെ ഈ ഇതിലേക്കാണ്, ഏതാണ് ഈ തോട്ടിലേക്കാണ്. ഡയറക്റ്റായിട്ട് വെച്ചേക്കാണ്. ഇതൊക്കെ ഒരുപാട് സംഗതികൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിറഞ്ഞ് ഇതാണ് വീണ്ടും വെള്ളമായിട്ട് ഈ ബസ് സ്റ്റാൻഡിലും ആളും എല്ലായിടത്തും വെള്ളം വരും. അതായത് ചെറിയ മഴ പെയ്യുമ്പോൾ ബസ് സ്റ്റാൻഡ് വെള്ളത്തിലാണ് ആണ് അത്ര മലയല്ല അവിടെ വരില്ല. അന്ന് സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ പഠനമാണ് പിന്നെ തീർച്ചയായിട്ടും കട്ടപ്പന മുനിസിപ്പാലിറ്റി ആയതുകൊണ്ടും അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ നോക്കുന്നത് ഇതിന് ഈ യഥാർത്ഥത്തിൽ ഈ നഗരസഭയിലെ ശ്രീ സരിദാസ് വളരെ ചെറുപ്പക്കാരായ കൗൺസിലർമാരുണ്ടാവുമല്ലോ. ഞാൻ പ്രത്യേകം പറഞ്ഞത് പ്രായമായവരെ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഈ പരിസ്ഥിതി അവബോധമുള്ള ഇത്തരം മാലിന്യ കൂമ്പാരങ്ങളോട് നിഷേധ മനോഭാവമുള്ള ഇതൊക്കെ നന്നായി സംസ്കരിച്ച് നടത്തണമെന്ന് അഭിപ്രായമുള്ള ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ആളുകളുണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഇപ്പൊ മിസ്ലീഡ് ചെയ്യുന്നതിന്റെ മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഏത് നഗരസഭയുടെയും ഏതൊരു നഗരത്തിൻ്റെയും ഏറ്റവും അവസാനത്തെ ഒരു കാര്യം മാത്രമാണ് ഈ മാലിന്യ സംസ്കരണവും അല്ലെങ്കിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റും ഒക്കെ. വാസ്തവത്തിൽ ഇത് നമ്പർ 1 വരേണ്ട ഒരു സംഗതിയാണ്. കാരണം ഒരു നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുക അല്ലെങ്കിൽ നഗരത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ ഒരു നഗരസഭയുടെ പ്രത്യേകിച്ച് കട്ടപ്പന നഗരസഭയുടെ ഏറ്റവും അവസാനത്തേത് പോലും അല്ലാത്തൊരു വിഷയമാണ് ഈ പറഞ്ഞ മാലിന്യ സംസ്കരണമൊക്കെ. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ പോലെ 1.5 വർഷമായിരിക്കും ഒരു ചെയർപേഴ്സണോ അല്ലെങ്കിൽ ചെയർമാനോ സമയം കിട്ടുക. അത് പിന്നെ ഒരു വലിയ അപകടം. അദ്ദേഹം വന്ന് ഇദ്ദേഹത്തിന് കാര്യങ്ങളൊന്ന് പഠിച്ചു വരുമ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിന് മാലിന്യ സംസ്കരണം അല്ലല്ലോ വിഷയം, മറ്റു വിഷയങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ഇതിന്റെ സമയം പോകും. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് എന്ന് വെച്ചാൽ ഈ ഭരിക്കുന്നവരാരും മോശക്കാരാണെന്നല്ല, ഇവരുടെ ചില സാങ്കേതിക പരിമിതികൾ കൊണ്ടും ഒക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ചില ആശയ രൂപീകരണങ്ങൾ എനിക്ക് തോന്നുന്നില്ല. ഈ നഗരസഭ പോലും ഇവരൊക്കെ കൗൺസിലർമാരാണല്ലോ. നമ്മുടെ നഗരത്തിലെ മനോഹരമാക്കാൻ എന്തൊക്കെ ചെയ്യണം ഇവരോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു, അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല. അത്തരത്തിലൊരു ആശയ രൂപീകരണം ഉണ്ടാവില്ല. കുറേ പേര് എന്തൊക്കെയോ ചെയ്യുന്നു, അതിൻ്റെ പുറകെ ഈ സംഗതികൾ അങ്ങ് പോകുന്നു. പ്രത്യേകിച്ച് കട്ടപ്പന കണ്ടമാനം വളർന്നു, മീൻസ് ബിസിനസ് പരമായിട്ടും ആളുകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് ആളുകൾ മാലിന്യം വരും. അപ്പം അവിടെ കൃത്യമായിട്ടൊരു മാനേജ്മെന്റ് ഇല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലും ഒക്കെ ഇത് വളരെ ഗുരുതരമായി കൊണ്ടേയിരിക്കും. അതിനൊന്നും തർക്കമില്ല. കട്ടപ്പന ആശുപത്രികളുള്ള ഒരു നഗരമാണ്. ഈ ആശുപത്രി മാലിന്യങ്ങളില്ലാത്തൊരു വിഷയമാണ്. അത് കട്ടപ്പനയെ വല്ലാതെ ബാധിക്കുന്നുണ്ടോ? ആശുപത്രി മാലിന്യങ്ങൾ അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് കട്ടപ്പനയിലുള്ള അത്യാവശ്യം ഹോസ്പിറ്റലുകളെല്ലാം അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഞങ്ങളത് പഠിച്ചു വെച്ചിട്ട് അവർക്ക് ഈ സെൽഫായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി അവരത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ സിസ്റ്റം മുഴുവൻ അവർക്കെതിരെ തിരിയും. എന്ന് വെച്ചാൽ അവരങ്ങനെയാണ്, അതൊരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവർക്കെതിരെ തിരിയും. പക്ഷെ അവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നം, അത്ര ആശുപത്രി മാലിന്യങ്ങളുടെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഹോട്ടൽ വേസ്റ്റ് നല്ലൊരു പ്രശ്നമാണ്. ഹോട്ടൽ വേസ്റ്റ് കേറ്ററിംഗുകാരുടെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പുറത്ത് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇപ്പോൾ എവിടെയാണ് നരിയമ്പാറയുള്ള ആൾ കട്ടപ്പനയിൽ കൊണ്ട മാലിന്യം ഇടുന്നത് പറയുന്നതാണല്ലോ ഇവിടുത്തെ ഒരു അപകടം. സാർ, ഈ ഹോട്ടൽ വേസ്റ്റ് വരുന്നതുകൊണ്ട് ഭക്ഷണം വല്ലാതെ ബാക്കി വരുന്നതുകൊണ്ടും അത് വലിച്ചെറിയപ്പെടുന്നതുകൊണ്ടും നായ്ശല്യം മറ്റൊരു പ്രശ്നമായി നഗരപ്രാന്തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. കട്ടപ്പന ഈ കഴിഞ്ഞ വർഷം, കാരണം ഈ പേപ്പട്ടിയുടെ ശല്യം പല സ്ഥലത്തും ഉണ്ടായപ്പം കട്ടപ്പന പോലീസ്, ആരോഗ്യ വിഭാഗം, മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലേഴ്സിനെ എല്ലാം കൂടെ വിളിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലും ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പട്ടികളുടെ ശല്യം ഉണ്ടാകുന്നത് തന്നെ ഈ വേസ്റ്റ് അവിടെ ഇവിടെ കൊണ്ടിടുന്ന ഈ അറവ കശാപ്പ് ശാലകളുണ്ട് ടൗണിൽ. പുളിയമലയാണ് ഇതിൻ്റെ വെട്ടിക്കൊണ്ടുവരുന്നെങ്കിലും ഈ കട്ടപ്പന കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ വേസ്റ്റും മറ്റും മരുന്നതെല്ലാം അവിടെ ഇവിടെയൊക്കെ ഇടും. ഇതെല്ലാം നായ്ക്കൾ വലിച്ചെടുക്കും. ഇത് കഴിക്കുന്ന ഈ ഇറച്ചി കഴിക്കുന്ന നായ്ക്ക് ശൗര്യം കൂടുതലാണ്. അത് കിട്ടാതെ മെസ്സെന്ന് വരുമ്പോഴാണ് കാണുന്ന മനുഷ്യനെ ഇത് ആക്രമിക്കുന്നത്. പക്ഷെ അന്നിരുന്ന ചെയർപേഴ്സൺ ഇത് പറഞ്ഞത് എന്നോട്, ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, പട്ടികളെ പിടിക്കാൻ നമുക്ക് ഉത്തരവൊന്നുമില്ല, പട്ടികളെ പിടിക്കാൻ കോടതി പോലും അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് ആൾക്കാർ സൂക്ഷിച്ച് നടക്കാനാ പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് അതിന് വേണ്ടി പദ്ധതി തയ്യാറാക്കി ഈ പട്ടി സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയ അതെല്ലാം ഈ ആലോചന എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലറായിട്ട് 4 വർഷം. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഈ തുടക്കം തൊട്ട്
കട്ടപ്പന ഇട്ടിരിക്കുന്ന ഒരു പദ്ധതികളും ഇന്നുവരെയും പൂർത്തിയാക്കാനോ ഒന്ന് തുടങ്ങി വെക്കാൻ പോലും കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം ഈ മാലിന്യത്തിൻ്റെ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വളരെ ദയനീയമായ ദാരുണമായ സംഭവം നമ്മൾ കണ്ടു. അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നവർ മാലിന്യത്തിൽ നിന്ന് മുങ്ങി കുളിച്ച് പിന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ച. അവർ മുങ്ങി വരുമ്പം പുറകെ നിന്ന് കുപ്പിവെള്ളം ഒഴിച്ച് മുഖം കഴുകി കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ജോയി മരിക്കുകയും ബോഡി 3-4 ദിവസം കിട്ടുകയും മരിച്ചടക്കുകയും ചെയ്തിട്ടും ഇപ്പോഴും അതിന്റെ പേരിൽ ശക്തമായ സമരം നടക്കുകയാണ് ഇന്ന് ഉൾപ്പെടെ. സാറേ അത് തന്നെയാ പറഞ്ഞത്. അത് ഒന്ന് കോർപ്പറേഷൻ, 2 പിന്നെ ഇറിഗേഷൻ, റെയിൽവേ, ഇവരെല്ലാം പരസ്പരം കുറ്റപ്പെടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുവോ? സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാനിപ്പോൾ ഒരു പക്ഷവും പറയുകയല്ല, ഈ റെയിൽവേയെ കുറ്റപ്പെടുത്തി. ഈ റെയിൽവേക്ക് അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അങ്ങോട്ട് ഇത് ഒഴുകിയെത്തുക മറ്റു പല സ്ഥലത്തിൽ. റെയിൽവേ ഇത് മുഴുവൻ മാരി എടുത്തോളാൻ പറഞ്ഞാൽ റെയിൽവേ മാരി എടുക്കാൻ പറ്റുമോ? കെട്ടാൻ ശ്രമിക്കുന്നു. കേരള സർക്കാരിന്റെ തലയിൽ തന്നെ വെച്ച് കെട്ടണം സ്റ്റാർട്ട് ചെയ്യും. കുറെ പേർക്ക് ഇതൊന്നും അല്ലല്ലോ ഇല്ല. അത് അല്ല, അതിന്റെ ഈ കോർപ്പറേഷന്റെ കീഴിൽ നിന്ന് എവിടുന്നൊക്കെ വരുന്നു, ഇതിന്റെ ഉറവിടം കണ്ടെത്തി ഇത് തടയാതെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളും, ജനങ്ങളെ നന്നായി ബോധവൽക്കരിക്കുക. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളൊരു പിന്നെ ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ പോകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വഴിയരിയിൽ ആൾക്കാർ വലിച്ചെറിയും. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കും പലയിടത്തും ചാക്കിട്ട് റോഡ് സൈഡിൽ കിടക്കുന്നത്. കാരണം ഇത് സാധാരണക്കാരല്ല ഇത് ചെയ്യുന്നത്. കാരണം സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് സ്ഥലമൊക്കെ കാണും, ഇതൊക്കെ സ്വയം സംസ്കരിക്കാനുള്ള സൗകര്യം അവർക്കുണ്ടാവും. ഇതെല്ലാം കൂടുതലും ഈ ഫ്ലാറ്റുകൾ പിന്നെ നല്ല അറിവും വിദ്യാഭ്യാസവും നല്ല ബോധ്യമുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. ശ്രീ സജിദാസ്, മാസം തോറും ഒരുപക്ഷെ ആഴ്ച തോറും ഒക്കെ ആയിട്ട് ഈ ഹരിതസേന വന്ന് വളരെ കൃത്യമായി വീടുകളിൽ നിന്ന് പോലും പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ജൈവമായ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വീട്ടുകാർക്ക് തന്നെ കഴിയുമല്ലോ, അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം വളരെ 10 സെന്റുകാരന് അത് സാധിക്കുന്നുണ്ട്. എന്നാൽ അജൈവ മാലിന്യങ്ങൾ സംഭരിക്കാനും കൊണ്ടുപോകാനും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ സംവിധാനം നിലവിലുണ്ട്. ഈ കട്ടപ്പന നഗരസഭ നോക്കി ഇപ്പൊ വിദേശത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അറിയാലോ. ഇപ്പൊ ഇവിടെ ഞാൻ വായിച്ചപ്പോൾ ഒരു ആഫ്രിക്കൻ രാജ്യം, കേരളത്തിലെ വലിപ്പമുള്ള ഒരു ആഫ്രിക്കൻ രാജ്യം, പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, പക്ഷെ ആ രാജ്യത്ത് 1.5 കോടി ജനങ്ങളാണ്. ആ 1.5 കോടി ജനങ്ങളിൽ ലോകത്തേക്ക് ഏറ്റവും ശുചിത്വമുള്ള രാജ്യമായ ആഫ്രിക്കൻ രാജ്യമാണ് നോക്കണം. നമ്മൾ ഇരുണ്ട രാജ്യം മാറുന്നുണ്ട്. അത് കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. വളരെ വേഗത്തിലാണ് അവരത്. ഞാൻ പറയുന്നത്, ഒരു ഭരണകർത്താക്കളുടെ ഇച്ഛാശക്തി ഒരുപക്ഷെ ഒരു നഗരത്തെ മാറ്റിമറിക്കും, അല്ലേ? 100%. ആ ഇച്ഛാശക്തി നൽകാൻ നമ്മുടെ ചർച്ചയ്ക്ക് കുറച്ചൊക്കെ സഹായിക്കുമെന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മാറണമല്ലോ, തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ കട്ടപ്പന എന്ന് പറയുന്ന സ്പൈസസ് സിറ്റിയാണ്. നമ്മുടെ ഹൈ റേഞ്ച്, പ്രത്യേകിച്ച് പശ്ചിമഘട്ടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വളരെ സ്പീഷ്യസ് ആയിട്ട് എന്ന് വെച്ചാൽ സംരക്ഷിക്കേണ്ട ഒരു സ്ഥലമാണല്ലോ നമ്മളുടെ ഒരു നാടും നമ്മളുടെ ഒരു കാലാവസ്ഥയും ഒക്കെ. പ്രത്യേകിച്ച് വിദേശികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും വലിയ മോബിനുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മോബിന്റെ പേരുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ ബോബൻ ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, കട്ടപ്പനയെ കുറിച്ച്, കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ എന്ന പേരുള്ള സിനിമ അല്ലേ, കട്ടപ്പനയിലെ കുട്ടായി ചേട്ടന്റെ കാപ്പിക്കൂരുവിന് കുളമ്പുദീനം എന്ന് കടമനിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ കട്ടപ്പനയെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും കട്ടപ്പന എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതിനെ അതിൻ്റെതായിട്ടൊരു ഗൗരവത്തോടു കൂടി ഇവരാരും സമീപിക്കുന്നില്ല എന്നുള്ളതാണ് എന്താണ് ഈ ഒരു നിസ്സംഗത എല്ലാ വിഷയങ്ങളും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയാണല്ലോ. കട്ടപ്പന നഗരത്തിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ചുരുളിയിലെത്തുക. അഞ്ചുരുളിയിലേക്കാണ് നമ്മുടെ കട്ടപ്പനയാറ് ഒഴുകിയെത്തുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 200 മീറ്റർ സ്ഥലത്ത് കട്ടപ്പനയാറിലെ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞേക്കുക. അത് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ഒരു 15 ലക്ഷം രൂപ തികയാണ്ട് വരും. അത് നമ്മളുടെ ഇതാണ് അഞ്ചുരുളി ഇരട്ടയാർ ഡാമിൽ നിന്നും അഞ്ചുരുളിലേക്ക് വരുന്ന ആ വഴിയല്ല ഞാൻ പറഞ്ഞത്. കട്ടപ്പനയാർ ഒഴുകി ചെല്ലുന്ന ഒരു സ്ഥലമാണ്. അതായത് കട്ടപ്പനയിൽ നിന്ന് ആറ് ഒഴുകി ചെല്ലുന്ന ആ ഒരു സ്ഥലം കട്ടപ്പനയിലെ മാലിന്യങ്ങളാണ് മൊത്തം. അതൊരു എനിക്കൊന്നൊരു 250-300 മീറ്റർ
ഒരു മേഖലയിൽ ഇങ്ങനെ പരന്ന് കിടക്കുവാണ്. ഹെൽത്തുകാരുടെ ജീവനക്കാരുടെ പരിമിതി അതൊക്കെ ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നു. അതായത് ഇതെല്ലാം ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നുള്ള ഈ ചർച്ചയിലൂടെ കുറെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കട്ടപ്പനയെ ബാധിക്കുന്ന കുറെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചു, ഒപ്പം തന്നെ അതിന്റെ പരിഹാര മാർഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭരണസമിതി ഇത് കേൾക്കുമെന്നും അവരുടെ കാതുകളിൽ എത്തുമെന്നും അവർ ഈ മാലിന്യത്തിനെതിരെ ഉറച്ച ഒരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയത്തിന്റെ കുറവുകൊണ്ടാണ് രണ്ടുപേർക്കും വളരെ അവസാനമായി എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ടോ സാർ? നമ്മൾ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ സാറ് പറഞ്ഞ പോലെ ഇതാണ് വാസ്തവത്തിൽ ആളുകളിലേക്ക് എത്തേണ്ടത്. ഇത്തരത്തിലുള്ള വേദികളിലൂടെ ഇത് ആളുകളിലേക്ക് എത്തുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളെ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിളിച്ചതിലും നമ്മൾ പറയാൻ വേണ്ടി ഇത് എവിടെ പറയണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുമായിരുന്നു. അത്തരം കാര്യങ്ങൾ പറയാനുള്ള വേദി തന്നതിനും തീർച്ചയായിട്ടും ഇപ്പം കട്ടപ്പനയിൽ നിന്ന് ഇത്രയും ദൂരം ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പം സന്തോഷത്തോടെ വന്നത്. കാരണം ഇത് നമ്മുടെ ഉള്ളിലുള്ളത് ഒന്ന് പുറത്ത് പറയാൻ, അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ ഉള്ള ആ താല്പര്യം ഒന്ന്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പരമാവധി ഈ അത്യാവശ്യമായ സ്ഥലങ്ങളിലൊക്കെ കട്ടപ്പന മുനിസിപ്പാലിറ്റി ക്യാമറ ഒക്കെ നേരത്തെ പല സ്ഥലങ്ങളിലും വെച്ചതാ. അതിന്റെ മെയിൻ്റനൻസ് ഇല്ലാതെ ഇത് കേടായി പോവുക. പിന്നെ അതിന്റെ മെയിൻ്റനൻസ് ചെയ്യാൻ, ഫോളോ അപ്പ് ചെയ്യാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ക്യാമറ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ചെയ്താൽ വളരെയധികം നമുക്ക് ഒരുപാട് പേരെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ അതവർ ചെയ്യുന്നില്ല. ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴ, വലിയ അപകട സാധ്യതയുള്ള സമയം, മരങ്ങൾ അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട്, അപ്പോൾ കൊടുങ്കാറ്റ് അളകുന്നുണ്ട്. ഈ സമയത്താണ് നിങ്ങൾ കട്ടപ്പനയിൽ നിന്ന് ദീർഘദൂരം, ഈ സമയത്ത് അടിമാലിക്കുള്ള ദൂരത്തെ നമുക്ക് ദീർഘദൂരം എന്ന് പറയാം, ദീർഘദൂര യാത്രയിലൂടെ എത്തുകയും വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം, പ്രത്യേകിച്ച് കട്ടപ്പനയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഈ സമക്ഷത്തിൽ, പ്രത്യേകിച്ച് മീഡിയാറ്റിന്റെ ചർച്ചയിൽ വന്ന് കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുകയും ചെയ്ത രണ്ടുപേർക്കും, ശ്രീ സജിദാസനും ശ്രീ സംഘചൻപുരത്തിനും രണ്ടുപേർക്കും മീഡിയാറ്റിന്റെ അഭിനന്ദനങ്ങൾ. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ടുള്ള വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുപോലെ മറ്റൊരു പ്രശ്നമായി കട്ടപ്പനയാർ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ചർച്ചയിൽ പങ്കെടുത്തവർ പറയുന്നത്. തീർച്ചയായിട്ടും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഭരണകർത്താക്കൾ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നാണ് മീഡിയാനെറ്റിൻ്റെ കാഴ്ചപ്പാട് ആവശ്യപ്പെടുന്നത്. നന്ദി, നമസ്കാരം.